ഉമേഷ് കഴിഞ്ഞ ബുള്ളറ്റിനിൽ സംസാരിച്ചപ്പോൾ നിരവധി ഉദ്യോഗസ്ഥർ കൈരളി ന്യൂസിനടക്കം പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. ഏകദേശം 50% എറണാകുളം ജില്ലയിൽ മഹാരാജാസ് കോളേജിൽ നിന്ന് മാത്രം 150 പേർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. എറണാകുളം ജില്ലയിൽ ആകപ്പാടെ 7000 ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് എറണാകുളം ജില്ലയിൽ ആകെ 14,000-ലധികം ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ്ട് പകുതിയോളം പേർക്ക് ഇപ്പോഴും ബാലറ്റ് ലഭിക്കാത്ത പ്രശ്നം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് അതേപടി നിലനിൽക്കുകയാണ്. മഹാരാജാസ് കോളേജിൽ ആ കേന്ദ്രത്തിൽ തന്നെ മാത്രം ഏതാണ്ട് 100-300ഓളം പേർക്ക് കിട്ടാത്തതായി ഉണ്ട് എന്നുള്ളതാണ് അറിയിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ ഉത്തരവ് വന്നെങ്കിലും അത് മുഴുവൻ പേർക്കും ലഭ്യമാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് പലരും വോട്ട് ചെയ്യാതെ മടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഈ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി. ഈ ഏറ്റുവാങ്ങിയ പോളിംഗ് സാമഗ്രികൾ എത്രയും പെട്ടെന്ന് അവർക്ക് നിയോഗിക്കപ്പെട്ട ആ പോളിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിച്ച് അത് ഇന്ന് വൈകുന്നേരത്തിനകം അത് സജ്ജമാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അവർക്ക് മുമ്പാകെ ഉണ്ട്. അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇനിയും കാത്തു നിന്നാൽ മറ്റ് പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും എന്നുള്ള ആശങ്ക അവരെ സംബന്ധിച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ട് പലരും ഇതിനകം തന്നെ വോട്ട് ചെയ്യാതെ ഈ പോളിംഗ് കേന്ദ്രത്തിലേക്ക് പോയവരും അക്കൂട്ടത്തിൽ ഉണ്ട്. ചിലർ വോട്ട് ചെയ്തേ മടങ്ങൂ എന്ന് കരുതുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഉണ്ട്. അത് അതേപടി നിലനിൽക്കുക തന്നെയാണ് എന്നുള്ളതാണ് പ്രശ്നം. ഈ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഉദ്യോഗസ്ഥർ ഇന്ന് ഏതാണ്ട് ഒരു 12 മണിയോടുകൂടി ഈ മഹാരാജാസ് കോളേജിലടക്കം അവരുടെ വലിയ പ്രതിഷേധമുണ്ടായി, മുദ്രാവാക്യം വിളിച്ചു. അവരുടെ മൗലിക അവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി.